മാമനെന്തോ കലിപ്പുണ്ടായിരുന്നു കേട്ടോ ആദ്യമേ. അത് നമ്മുടെ ടർഫ് തുടങ്ങാൻ പോവാണ്. ടർഫ് തുടങ്ങി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം we are going to play turf. എന്റെ സ്ലാഷ് സുഹേൽ ബ്രോ താങ്ക് യു സോ മച്ച്. അണ്ണാ എന്നെ ഓർമ്മയുണ്ടോ ബ്രോ? ഞാൻ 2 വർഷം മുമ്പ് ഒരു കത്ത് അയച്ചിരുന്നു. ആ കത്ത് കൂടി വിടുന്നുണ്ട്. ഞാൻ ലവ് യു ബ്രോ. സുഹേൽ ബ്രോ ഷുവർ കത്ത് അയച്ചിരുന്നാ മതി. എനിക്ക് കത്ത് വായിക്കുന്നത് ഭയങ്കര സന്തോഷം. സത്യം പറയാലോ, കത്ത് വായിക്കുന്ന ഒരു പ്രത്യേക സന്തോഷം. എനിക്കും കൂടെ ആരല്ലോ കുറച്ച് കത്തായി. ശരത്തേട്ടന് ഈ ഇടയ്ക്ക് ഒരു കത്ത് വന്നായിരുന്നല്ലോ ഇൻകം ടാക്സ് വായിച്ചില്ലായിരുന്നോ? നമ്മളൊക്കെ പറഞ്ഞ മനസ്സിലായോ? ശരത്തേട്ട എനിക്കും വന്നായിരുന്നു. കൊറേ പേർക്ക് വേണ്ടി കൊറേ പറഞ്ഞാണ്, അതുകൊണ്ടൊന്നും വരാൻ മനസ്സിലായോ? അല്ലെങ്കിൽ വന്നേനെ കത്ത്. ഞാൻ ഒരു ഹ്യൂമർ സെൻസ് ആണ് ഉദ്ദേശിച്ചത്. ഞാൻ എമർജൻസി ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ കത്ത്. ഒർവാസിന്റെ സൂപ്പർ ചാറ്റ് മിസ്സോ? അയ്യോ കണ്ടില്ലടാ. ഒർവാസ് ബ്രോ എന്താ പറഞ്ഞേ? ബലൂണൊക്കെ ഷൂട്ട് ഓണെന്നോ? ഷൂട്ട് സൂണെന്ന് അസിസ്റ്റന്റ് ആയിട്ട് ആരും വിളിക്കണ്ട. വെറുതെ പൈസ കളയല്ലേ. നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയാലോ റോസ് ബ്രോ. ഞാൻ വരാം. വേറെ ആരും വേണ്ട. ആരും റോസ് ബ്രോ ഞാൻ ബ്രോ പോവല്ലേ, ഞാൻ ബ്രോടെ കൂടെ വന്നോളാം. എന്നെ കൊണ്ടുവന്ന് പോയി കാണുമല്ലേ ബ്രോ? ഞാൻ ലൈവിട്ട് തൂങ്ങും. ജസ്റ്റിസ് ഫോർ ജോക്കിയുടെ സാമാനം എന്ന് പറഞ്ഞ് ₹40. ജോക്കി എന്ന് ഗ്യാങ് ആർപി ചെയ്യും. പ്ലീസ് റിപ്ലൈ. ശരത്തേട്ടാ ഇതിന്റെ സൗണ്ട് ഭയങ്കര കുറവാണല്ലോ. അലിമിയുടെ അലീനല്ലേ രണ്ടെണ്ണം കൂടെ പറഞ്ഞു വിടണമാരെ എന്തിനാ നല്ല ഡിലേ ഉണ്ടോ കേട്ടോ ബ്രോ? ബ്രോ എല്ലാ ടർഫിലും ഞാൻ ഡിലേ ഇട്ടിട്ടാണ് ബ്രോ സ്ട്രീം ചെയ്യാറ്. മെറ്റ എന്നുള്ളൊരു ഇത് വരാതിരിക്കും. ഹൈ ക്വാളിറ്റി കിട്ടില്ലായിരുന്നു ബ്രോ. അത് കിട്ടില്ലായിരുന്നു. ചന്ദ്രൻ വെല്ലുവിളിച്ചിട്ടാണ് കയറിയിരിക്കുന്നേ. ചന്ദ്രന്റെ അടുത്ത് വെല്ലുവിളിച്ചിട്ട് ഓൾറെഡി പോയത്. ചന്ദ്രൻ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഇന്ന് 3 കില്ലെടുത്തില്ലെങ്കിൽ ചന്ദ്രന്റെ ചാനലിന്റെ പേര് ഊമ്പൻ ഗെയിമിംഗ് എന്നാക്കും. അല്ല എന്റെ അടുത്ത് പറഞ്ഞതേ ഇത്രയും നാള് ഹാർഡ് ഡിസ്കിലാണ് GT ഇടുന്നത്. ഇന്നാണ് SSD-ലോട്ട് മാറ്റിയത്. ഇനി അടി കണ്ടോളാൻ. ട്രൂ ബട്ട് ഇഫ് ഗേൾ ഡസ് സച്ച് സൂയിസൈഡ് ഹൗ ഇറ്റ് വിൽ ബി? ഡാൻ വർഗീസ് ₹40. ആ മാറ്റർ നമുക്ക് ആ കോൺവെർസേഷൻ വിടാം. കാരണം ഈ ബ്രേക്കപ്പ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും. നമ്മൾ ഇത് തന്നെ ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന അവർ ആ ലൂപ്പിൽ ഇങ്ങനെ പെട്ടോണ്ടിരിക്കും. മനസ്സിലായ? വെറുതെ അവരെന്തിനാ മൈൻഡ് ഫക്ക് ആക്കുന്നത്? അവർ അതിൽ നിന്ന് റിക്കവർ ആവാനായിരിക്കും ഇത് കാണുന്നത്. അതെ, അവർ അതിൽ നിന്ന് റിക്കവർ ആവാനായിരിക്കും ഇത് കാണുന്നത്. നമ്മൾ ഇവിടെ ഇത് ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന ശോകമാവും. സത്യം. അവര് വീണ്ടും അതിൽ തന്നെ നിൽക്കും. കാളക്കുട്ടന്റെ ചുണ്ണിയിൽ കടിച്ചു ഉറുമ്പ്. താങ്ക് യു സോ മച്ച് ₹20. കാളക്കുട്ടന്റെ ചുണ്ണിയിൽ കടിച്ചു ഉറുമ്പാ? നമ്മളൊക്കെ കേറി തൂഫിയിട്ടുള്ള ടർഫായി ബ്രോ. കണ്ടോ? നീ തൂഫിയും കാളക്കൂട്ടന്റെ. അനുസിയർ ബ്രോ താങ്ക് യു സോ മച്ച് 40. എന്റെ എന്റേതല്ലാത്ത കാരണങ്ങളാൽ എന്റെ 10 ഗേൾ ഫ്രണ്ട്സും അതെ ഇവരുടെ സൗണ്ട് എനിക്ക് മാത്രമാണോ? ടിവിയുടെ ഒരു വണ്ടി അപ്രോച്ച് ചെയ്യുന്നു. ഫ്ലഫിയുടെ വണ്ടി കേറി അതേപോലെ പോയി. അവന് ഗണ്ണ് വരുന്നില്ല. ഓക്കേ, അപ്പൊ നമുക്ക് ടർഫ് കാണാം. ഗയ്സ് എല്ലാവരും ഡു ലൈക്ക് ദ സ്ട്രീം. ടീമിന് വലിയൊരു നഷ്ടം. പീഡിക്കാർക്കൊരു നഷ്ടമായിരിക്കും അല്ലേ? പക്ഷെ അത് പണ്ട് അത് സ്പെക്കിന്റെ പ്രശ്നമായിരുന്നു. പണ്ട് ഗണ്ണ് വരുന്നില്ലെന്ന് ടിവിയിലെ ആൾക്കാർ ഗണ്ണ് വരുന്നില്ലെന്ന്. TPA
ഇത് ആരൊക്കെ നമ്മുടെ SRO SRR അല്ല ടിവി ഓക്കെ ബൈ ഫുട്ട് കളിക്കുകയാണ് ടിവിയെ എല്ലാരും ടർഫിന്റെ സോണിനകത്തോട്ട് കേറിയാണ് ഓക്കെ ടിവിക്ക് ഇൻഫ്ലുവൻസ് കേറി അത് SRPD ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ. ഇൻഫ്ലുവൻസ് കേറി കൂടെ പോവുകയാണ് ബാലങ്കെ നേരെ ഫ്ലഫി വില്ലു കൂടെ ഒക്കെ പോവുകയാണ് ഓക്കെ വാലർ കണ്ടിരിക്കുന്നു വാലർ അവിടെ നിന്ന് ഫ്രീ ഫയർ ഒറ്റ സാധനത്തിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന അടികൾ ചെയ്തിട്ട് ഇപ്പൊ വന്നത്. കിട്ടിയില്ലടാ. ഇത്രയും നേരം എന്തുവാ കാണിച്ചേ? ഓക്കെ ബാലങ്കെ നേരെ എല്ലാവരും കേറി വാലറിനെ അടിക്കുകയാണ് ഓക്കെ ഇനിഷ്യൽ പുഷ് ആദ്യമായിട്ടാണ് ഈ ടർഫിൽ പെട്ടെന്ന് തന്നെ ഫൈറ്റ് കിടക്കുന്നത്. വാലറിനെ ഷീൽഡ് ഇല്ല. ഓ ഇവിടെ അതൊരു മണ്ടത്തരമാണ്. ഓക്കെ ടിവി ആ സൈഡ് നോക്കി. ഇത് ഈ ഒരു പ്ലാൻ എനിക്ക് ഇവര് മുമ്പ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇത് സെയിം സ്ട്രാറ്റജിയാണ്. ഓക്കെ അവിടെ നിന്നും രണ്ട് സൈഡിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് കണ്ടെയ്നർ സൈഡ് ടിവി കയറിയിട്ടുണ്ട്. അയ്യോ ഫസ്റ്റ് പിക്ക് അവിടെ വഴി മാറും. ഓക്കെ വില്ലു അവര് തിരിച്ച് ബാക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബ്രോ വയനാട്ടിലേക്ക് വരുന്നുണ്ടെ പറയണം. സുഹേൽ ബ്രോ ഷുവർ താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഇവിടെ നിന്ന് ഗയ്സ് എല്ലാവരും ഡു ലൈക്ക് ദി സ്ട്രീം. അവര് 3 പേരോ അവര് 6 സരക്കൊക്കെ ഇവിടെ ഉണ്ട്. സരക്ക് ഡാനി രായൻ സാവേജ് ഒരു വണ്ടിയിലാണ്. അവരിപ്പുറത്ത് സോണിന്റെ വെളിയിലാണ്. അതേപോലെ ചന്ദ്രബോസ് മൈൽസ് നിൽക്കും അവരും സോണിന്റെ വെളിയിലാണ്. അപ്പൊ സോണിന്റെ അകത്തായ 3 പേരേ ഉള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം. നമുക്ക് കാണാം സോണിൽ എന്തരാകുമോ ഇല്ലേന്ന്. ബില്ലുവിന്റെ വണ്ടിയൊക്കെ ജിത്തു ജോൺ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ബ്രോ. ഞാൻ വിനീതിനോട് പറഞ്ഞായിരുന്നു എന്റെ കല്യാണ ഡേറ്റ് ആൻഡ് ടൈം ബോബിന് അറിയാം. ഞാൻ അമ്പ് വന്നു ഫോളോവർ നോട്ട് ഗെറ്റിംഗ് എ സിംഗിൾ മെസ്സേജ്. ജിത്തു ബ്രോ ഹാപ്പി ഫോർ യു ബ്രോ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് ഫോർ ഡാമേജ് കൊണ്ടെന്ന് തോന്നുന്നു. പുള്ളിയുടെ ഷീൽഡ് ഒരു പൊടി സെറ്റാണ്. ആ സരഞ്ച് ഓക്കെയാണ്. അത് സീനില്ലല്ലോ. ചാനല് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാ ടോപ്പിക്കും ഒരു പിക്ക് കിട്ടുന്ന വരെയും ശ്രദ്ധിച്ച് കളിക്കേണ്ടി വരും. ലൈവ് വരും എന്തായാലും. ലൈവ് എന്തായാലും ടർഫക്ക് അടുത്ത 1000 രൂപ അലക്സാണ്ടർ വാലർ അവിടെ നിന്ന് ബാക്ക് പക്ഷെ ആ വാലറിന് ആദ്യം താഴെ അടിച്ച് ഇൻഫോ കൊടുക്കാതെ ആദ്യമേ കയറി എടുത്തിരുന്ന നൈസ് പിക്ക് കിട്ടിയേനെ പെട്ടെന്ന്. അല്ല അത് ഒരു അടി അടിച്ചു. പക്ഷെ എനിക്ക് അത് കിട്ടിയില്ല. 3 പേരോടെ കയറി അടിച്ചാൽ മതിയായിരുന്നു. നല്ല പ്ലാൻ. നമ്മൾ അറ്റാക്കിങ് അത് 3 പേരായിട്ട് അടിച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് പിക്ക് വീണ തന്നെ അവിടെ. ഉയ്യോ SP സെർജിയോ ഉണ്ടോ നല്ല ഹിറ്റായവൻ. ഉണ്ടായിട്ട് കളിക്കാത്തതാണോ അതോ നീ കളിക്കാത്തതാണോ ടീമിലില്ലേ? ഞാൻ ലിസ്റ്റില് പേര് വിട്ടതാ. ഞാൻ കേറിയില്ല. എനിക്ക് വയ്യ കേട്ടോ കളിക്കാൻ. എനിക്ക് പ്രഷർ എടുക്കാൻ വയ്യ. അക്ഷയ് സിനിൽ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ആയി വസന സുഖല്ലേ ജോക്കിയാണ് സുഖല്ലേ. ബാലങ്കെ നേരെ ഇവിടെ അടിപെട്ട് 1v ഇതൊക്കെ ബാലന്റെ മിക്കാലും ഓപ്പണിക്കുന്ന ഓടി തിരിച്ചു ഓടി വഴിവെട്ടി കുഴിയിൽ ഓടിപ്പോടി. ഒരു വാക്കോല് വിളിച്ചില്ല. ബാലൻ നൈസിന് അറിയുന്നില്ല. അപ്പൊ അതാന്റെ ഇഷ്യൂ ഉണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. വില്ല് എന്ത് പറ്റി? ഗണ്ണ് കൊടുത്ത് ഞാൻ പോയി വേറെ ഗണ്ണ് കൊടുത്ത്. നീ ഒന്നും കൂടെ ഗണ്ണ് കൊടുത്തു. ഷൈൻ മോഹൻ ബ്രോ ടിവിയുടെ പ്രശ്നം. ഓ ഇവനെ വേറെ ഐഡിയസ് വെച്ചിട്ടുണ്ട്. വേറെ ഐഡിയസ് ഉണ്ട്. പുറകിൽ നിന്ന് അറിയിട്ടേ പുറത്ത് നാടി വരുന്നു. വണ്ടി പൊട്ടിത്തെറിച്ച് കൊല്ലിച്ചോ എന്റെ അമ്മോ. വണ്ടി പൊട്ടിച്ച് കൊന്നിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് പയ്യെ ടിവി ഒക്കെ ആയിക്കോളും. വണ്ടി പൊട്ടി തെറിക്കല്ലേ ഇതിനകത്ത്. അടുത്തത് ഇനി അവന്മാർ ഇങ്ങോട്ട് പുഷ് ചെയ്യണം. വിഷയോളം എല്ലാരും അകത്തേറിയത്. എല്ലാരും ലെറ്റ്സ് ഗോ. ADS പിന്നെ അല്ല പ്ലാൻ തന്നെയാ. അടുത്തത് ഇനി പീഡിക്ക് ഒരു പിക്ക് എടുക്കണം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്. അതിപ്പോ 97 അല്ല നമ്മുടെ പ്ലേയേഴ്സ് കുറച്ച് ഇപ്പൊ അകത്ത് കയറിയെങ്കിൽ ഇൻഫ്ലുവൻസ് ഇതാക്കണം.
അത് എന്തൊരു പിക്കല്ലേ അത് 916 IQ ഫ്ലഫി സത്യം അമ്മാരെല്ലാടും ഒരുമിച്ച് അടിച്ച് പൊട്ടിച്ചത് ഇതൊന്ന് PC റീസ്റ്റാർട്ട് ചെയ്ത 95 ആയി 94 ആയി അതിന്റെ ഇടയില് നമ്മള് അതവന് പുറകെ തടിയിട്ടുണ്ട് ഇവിടെ നല്ല അടി കിട്ടി. വാലറിന് ഇവിടുന്ന് ബാല അടിച്ചാണ് ആ ഒരു കവറില്. ഇവർക്ക് നല്ലൊരു കവർ ആ വണ്ടി ഒന്ന് വിടുകയും ചെയ്തു കണ്ടോ ഇവരോ പൊട്ടി വണ്ടി. ജോക്കിയുടെ മുളക് തേച്ച ചുണ്ണി ഫൈഡ് ഈ വൈകപ്പ എല്ലാരും ബാബുന്റെ ഈകളുടെ ലൈവ് ആണെന്ന് എന്ന് പറയുന്നത് നല്ലൊരു ഇതായിരിക്കും. പക്ഷെ ടി വി എല്ലാരും ബാബുവിന്റെ ഷോർട്സ് വെളിയിലാണ്. മൈൽസ് അവിടെ ഒരു ഞാൻ നോക്കാം ഞാനിപ്പോ ടർഫിൽ മുഴുകിയിരിക്കുന്നത് ടർഫിൽ എടുക്കാൻ പറ്റുന്നില്ല സ്നൈപ്പ് സ്റ്റിൽ സ്റ്റീവ് സ്നൈപ്പ് ഒക്കെ സ്റ്റിൽ ഇവര് ഇൻഫ്ലുവൻസ് വെളിയിറങ്ങി നിൽക്കുന്ന അതാ ഇൻഫ്ലുവൻസ് 100 ആയി തിരിച്ച് ഇതൊന്ന് അടിക്കാൻ വേണ്ടി നിക്കോട്ടാ. പുഷ് ചെയ്ത് പിക്ക് എടുത്ത് കളിക്കാൻ നിക്കോട്ടാ ഇൻഫ്ലുവൻസ് അല്ലാണ്ട്. SRBD അലക്സാണ്ടർ വാലർ ഓൾറെഡി ലിറ്റ് ആയിട്ട് പോയി എല്ലാം ചെയ്തിട്ട് തിരിച്ചു വന്ന കേട്ടോ. വെസ്റ്റ് എല്ലാരും ഡു ലൈക്ക് ദി സ്ട്രീം 11k ലൈക്ക് ആയിട്ടുള്ള ജസ്റ്റ് അകത്ത് മാത്രം കയറി നിന്നാ എനിക്ക് 30 മിനിറ്റിൽ ഫുള്ള് പിടിക്കാം. 35 മിനിറ്റ് ബാക്കി നിക്ക് എന്തരാവോന്ന് അറിയാം. PD ഒരാൾ ഡൗൺ ആണ്. ഓക്കെ PD രണ്ടുപേര് ഇപ്പൊ ഇല്ല. ടെക്നിക്കലി കത്തിയും പോയോ എന്തരാവും നമുക്ക് നോക്കാം. IGL Dan XT PD 1 ഡൗൺ ആണ്. ബട്ട് ഒരാൾ കത്തിപ്പോയിട്ടുണ്ട്. ഒരാൾ എല്ലാരും അകത്ത് കയറിയാട്ടോ. എല്ലാരും അകത്ത് കയറി. ഓക്കെ സ്റ്റീവും അവരവര് ചന്ദ്രബോസ് കേട്ടാ അത് മേടിക്കാനാത് ചന്ദ്രബോസ് കഴ റോളിംഗ് കഴ ഒരു വൺ സൈഡ് ആരും വെള്ളടാ അടിക്കായിരുന്നു ഇല്ലടാ ഇരുന്നിട്ടൊന്ന് എത്തി വെക്കുന്നത്. അത് പുഷ് ചെയ്യുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇപ്പൊ നിരന്ന ഒരു W ആണ് പുഷ് ചെയ്യുന്നതാണ് ഇത് പുഷിന് വേണ്ടിട്ടാണ്. സ്റ്റീവൊക്കെ തിളച്ച് നിക്കാണെന്ന് തോന്നാട്ടാ. സ്റ്റീവല്ല പീഡിയോ അതുപോലെ തന്നെ തിളച്ച് നിൽക്കായിരിക്കും. അമ്മാര് പുഷിയല്ലോ അതുപോലെ. ബാക്കിയുള്ളവരെ റോഡ് ടു 1 മില്യൺ ഞാൻ ഇപ്പോഴേ 1 മില്യൺ ആ പറയണം. 1 മില്യൺ 700k ഇല്ല 700k ഇല്ല 1 മില്യൺ ആൻഡ് ഇൻഫ്ലുവൻസ് 89 ആയി കണ്ടെയ്നർ സൈഡിൽ നിന്ന് അവിടെ നിന്ന് അടി കൊടുക്കും. ബാക്കി കൂടെ പോകാനുള്ള പരിപാടിയായിരിക്കും. ഓക്കെ അലക്സാണ്ടർ ഒരു ബാക്കി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ മണ്ടയിൽ നിൽക്കുന്നവരൊപ്പം അവര് പുഷ് ചെയ്ത് വാലറിനെ എടുക്കാനുള്ളത്. പക്ഷെ അലക്സാണ്ടറിനെ കണ്ടോ എന്തോ ഇവിടെ. പക്ഷെ ഇവിടുന്ന് ഫയർ ചെയ്യുമ്പോഴും മൈൽസിന്റെ കൊളീഗ്സിന്റെ കൂടെ ആണ് കളി കേട്ടാ. മൈൽസിന്റെ കൊളീഗ്സ് ആണ് ഫുള്ള്. ഏത് നമ്മള് പറഞ്ഞായിരുന്നു. ആൾക്ക് ഗ്യാങ്ങിലോട്ട് വരാനേ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അവിടെ തന്നെ കുറെ ഇഷ്യൂസും കാര്യങ്ങളും പ്ലേ ടൈം ഒക്കെ നോക്കിയിട്ടാണ് വീണ്ടും ഇത് കൂടുന്നൊരു ഇവർക്ക് 98-ലെത്തി. ആരെങ്കിലൊക്കെ വെളിയിറങ്ങി കാണാം അങ്ങോട്ട് കേട്ടോ. ഇവന്മാര് വെളിയിലല്ലേ നിക്കുന്നേ. ഇവന്മാരെന്താ അകത്ത് കയറാത്തെന്നാ ഞാൻ ആലോചിക്കുന്നേ. ഇനി പ്രശ്നമാണ് ഇവിടെ വീണ്ടും ഇൻഫ്ലുവൻസ്. ഓക്കെ വാലർ ഇവിടെ നിന്നിട്ട് ആരടിക്കുന്നെന്ന് പറഞ്ഞൂടാ. നല്ല അടി അടിച്ചിട്ടുണ്ട്. നല്ല അടി അടിക്കുന്നത് ബാക്കിയുള്ളവരെ കൈ. ഓക്കെ സെർജിയോ സിയോൺ TPA അവൻ വന്നിട്ടുണ്ട് വീണ്ടും 48-ാമത്തെ അവൻ വന്നിട്ടുണ്ട്. ടൈം ഉണ്ടെണ്ണ അതാണ്. PC റീസ്റ്റാർട്ട് ചെയ്ത അവൻ അവന്റെ അടുത്ത് നിർത്തി പോകാൻ പറ. സെർജിയോക്ക് കണ്ണ് വരുന്നില്ല. ഞാൻ പിന്നെ അല്ല എന്തിനു പറയാൻ എന്നേ പറയണ കാര്യം. എടാ പോട്രാ 9 മണിയിട്ട് നിക്കുന്ന കേസല്ലേ ഇത്. കണ്ണ് വരുന്നില്ല അവരോട് ഞാൻ പറഞ്ഞില്ല അവരവിടെ നിന്ന് മൂവ് ചെയ്ത് മറ്റേ PD ഓഫീസർ കണ്ണം പിടിച്ചു. ഫ്ലഫി കേറി
ഫ്ലഫി ഒറ്റയ്ക്ക് കയറിയാണ് കവർ കൊടുക്കാൻ വേണ്ടി ആലോചിക്കാൻ ബാക്കിൽ നിന്ന് ADS-നെ എടുത്തു കളഞ്ഞ് അടിച്ചാടി പോകുന്നുണ്ട്. ഒക്കെ സ്നൈപ്പ് സ്റ്റീവ് ഓക്സി അപ്പുറത്തെ സൈഡ് വണ്ടി ഓക്സി ഇവിടെ കുത്തി. എന്തൊരു പ്ലാനാണ്, എന്തൊരു എന്റെ പൊന്നോ. ലാഡർ കയറുന്നു. വീണ്ടും ഫ്ലഫി നോക്കിയ സ്മോക്ക് ഇട്ട് മേലെ കയറണേ. കവറിന് വേണ്ടി സ്മോക്ക് ഇട്ട് എല്ലാരും ഓക്കെ എല്ലാരും കയറിയിട്ടുണ്ട്. ഫ്ലഫി കയറിയിട്ടുണ്ട്. എല്ലാരും കയറി. എല്ലാരും ഇവിടെ ഡബിൾ പിഷ് അടിച്ചിട്ടുണ്ട്. ഓ എന്റെ അമ്മോ. പീഡി 3 ഡൗൺ ആയിട്ടുണ്ട്. സ്മൈൽസ് വിഷയം. വില്ലെടുത്ത് ഫ്ലഫി എടുത്ത് ഷോണ് നല്ല രീതിയിൽ ചാടുകയാണ്. ഷോൺ വീണു. അടുത്ത വിക്ക്. എന്റെ പൊന്നോ. ബാലിനാണ് പിടിച്ചിരിക്കുന്നത്. ഷോൺ ഡൗൺ ആയിരിക്കുകയാണ്. വാല 2 വിക്ക് അതിന്റെ ഇടയില്. ഡൊമിനിക് മാർട്ടിൻ ഇപ്പുറത്തെ ബിൽഡിംഗ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. താഴെ അലക്സാണ്ടർ മറ്റേ ഗണ്ണെടുക്കാൻ പറ്റാത്ത പയ്യന്റെ അവസ്ഥയാണ് അവൻ അവിടെ ഇരിക്കുകയാണ്. കണ്ണില്ലടാ, അവര് കണ്ണില്ലടാ. എന്നെ കൊല്ലല്ലേ. വാൾഡിമർ കറോസിക്ക് ഇൻഫ്ലുവൻസ് ഒന്നും വേണ്ട, ഓടിച്ചിട്ട് അടിക്കാന്ന് അടിച്ച്. ജയിച്ചോ ഇപ്പൊ തീരും ബാലെടുത്ത് ബാല രണ്ടുപേരും എടുത്തോ. അയ്യോ ഡൊമിനിക് ഇപ്പോഴോ ഓ ബാല രണ്ടുപേരും എടുത്താ പിക്ക്. 2 പിക്ക് അന്നേരം എടുത്ത് ബാലൻ. വണ്ടി എടുത്ത് പിക്കാൻ വന്നേട്ടോ. അലക്സാണ്ടർ ഇപ്പൊ എടുത്ത് വന്നിട്ടുണ്ട്. എന്തിനാവും നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. എന്റെ അമ്മ. ഓക്കെ പീരിയഡ് ചെയ്യുന്ന ടർഫിന് ഇൻഫ്ലുവൻസ് കുറയുന്നുണ്ട്. 35% ചന്ദ്രന്റെ ചാനൽ നെയിം മാറോ? ചന്ദ്രൻ എടുത്തിട്ടില്ലല്ലോ. ചന്ദ്രൻ എടുത്തില്ലല്ലോ. അതെ നെയിം മാറുമല്ലോ. പറയേ ഉള്ളൂ ബാബു. ഭയങ്കര പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു. ചില ആൾക്കാര് പതിവില്ലാത്ത പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു ടർഫില്. നമ്മള് വരുന്നുണ്ട്. അതെ If you know, you know. If you know, you know. ടർഫ് മാത്രം അടിപൊട്ടി. അവരുടെ കയ്യിൽ കഴിഞ്ഞോളാ? ഇല്ല പക്ഷെ ഇനിയൊരു 3-4 പേരും കൂടെ ഉണ്ട്. ഒരു 2-3 പയ്യന്മാരെ കൂടെ അടിക്കാറുണ്ട്. പേരിൽ ഇൻഫ്ലുവൻസ് കയറി തുടങ്ങിയിട്ടുണ്ട്. ടിവിയുടെ പേരിലാ ഇൻഫ്ലുവൻസ്. ലെറ്റ്സ് ഗോ. മറ്റേ പയ്യനെ എവിടെ? മറ്റേ പയ്യനെ ഓടിയാ? മറ്റേ പയ്യനെ കാണുന്നില്ല. 1 2 3 4 പേര് ഇറങ്ങിയെന്ന് തോന്നുന്നു. അവൻ ഇറങ്ങി കേട്ടോ. ഒന്നുകൂടെ ഇറങ്ങി കയറാൻ പോയതാണെന്ന് തോന്നുന്നു. ടിവി വണ്ടി എടുത്ത് പിക്കിന് വരുന്നു കേട്ടോ. അവര് അടുത്ത പൊസിഷൻ എടുത്ത് 4 പേരുണ്ട്. സ്പോട്ട് ചെയ്തേട്ടോ. സ്നൈപ്പ് കിട്ടി. എന്തോ അവരിതാ ബാക്കി മൈൽസിന് വേണമെങ്കിൽ മാർട്ടിൻ അടിക്കാം. ഇല്ല മണ്ടത്തരമാണ്. മാർട്ടിനെ നോക്ക്. മൈൽസ് ഇല്ല മൈൽസ് അങ്ങോട്ട് കിട്ടി. കഴിഞ്ഞ മൈൽസിനൊരു വിക്ക്. എന്തിനാണ് സെർജിയുണ്ടോ? ഗണ്ണില്ലാത്ത പയ്യനുണ്ടോ? വിഷയോടാ രായ വിഷയം. എന്റെ പൊന്നോ നിന്നോട് സരക്ക് ഫിനിഷ് ചെയ്ത്. ലെറ്റ്സ് ഗോ. പേര് മാറിയാട്ടാ. ഞാൻ പേരല്ല പറഞ്ഞേ. നീ പറഞ്ഞിട്ട് ചലഞ്ച് എന്താ? ചന്ദ്രൻ വിഷയോടാ വിഷയം. എന്റെ പൊന്നോ എന്ത് കളി കളിച്ച് ഫ്ലഫി. ആദ്യത്തെ ടർഫ് എടുക്കൂന്ന് പറഞ്ഞ എടുത്തിരിക്കും. അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. കിട്ടിട്ടാ
പിന്നെ ഇനി ബാക്കി 3 എണ്ണം അതും കൈ വെച്ച് തന്നിരിക്കും. അത്ര ഉള്ള മോനെ, അത്രേ ഉള്ളൂ, കിട്ടിയിലും അത്രേ ഉള്ളൂ. കിട്ടിയിലും. ലെറ്റ്സ് ഗോ. അടുത്ത നമ്മുടെ മണി ടർഫ്, അതാണ് നമുക്ക് വേണ്ടുന്നത്. ലെറ്റ്സ് ഗോ. നമ്മുടെ ഐഡന്റിറ്റി ഈ പേടി അത്രേ ഉള്ളൂ. സെറ്റ് 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 25 മിനിറ്റ് ബാക്കിയുള്ളപ്പോ വിഷയ കളിയാടാ. അതല്ല ഇൻഫ്ലുവൻസ് ഒക്കെ എപ്പോഴാ കിട്ടി, പുഷ് ചെയ്ത് തീർത്ത്. ചന്ദ്രന്റെ ചലഞ്ച് എന്തായിരുന്നു വാസണ്ണ? ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടോ ചന്ദ്ര? 3 പിക്ക് ഇല്ലെങ്കിൽ നീ ചാനലിന്റെ പേര് ഊമ്പൻ ഗെയിമിംഗ് എന്നാക്കാന്ന്. ഊമ്പൻ ഗെയിമിംഗ്. സോറി ഉമ്മൻ ബ്രോ. ഹലോ ഉമ്മൻ ബ്രോ. ഹലോ ഞാൻ കേട്ട് ആരെന്തോന്ന് ഞാൻ പിക്ക് എടുത്താണ്. ഇന്നലെ നീ പറഞ്ഞു 3 പിക്ക് ഞാൻ എടുക്കും, ഞാൻ കുറഞ്ഞത് 3 പിക്ക് എടുക്കും നീ പറഞ്ഞു. എടാ വിഷയോടാ വിഷയം. കിടിലം കളി കഴിച്ച എല്ലാരും, കിടിലായിട്ട് കളിച്ചു എല്ലാരും. ഈ ടർഫിന്റെ പ്ലാൻ ഉണ്ടല്ലോ, എപ്പോഴാ പ്ലാൻ ചെയ്തൊന്ന് ഫ്ലഫി എടുത്ത് വെച്ചാണ്. എപ്പോഴാണ് ആ ടൈമിൽ പ്ലാൻ ചെയ്ത പ്ലാനാണ്. ആണാ? പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. തള്ള വിഷയം കളിയാടാ വിഷയം. വെറുതെ ആളില്ലാത്തോണ്ടേ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ പറ്റിയിട്ടില്ല. ചെറിയൊരു ബേസിക് വരെ എനിക്ക് നോക്കി വെക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ചെറുത് നമ്മള് ലൈക്ക് ആളെല്ലാം കേറി കഴിഞ്ഞ് ചുമ്മാ ഒന്ന് ഇതായിട്ടിരുന്ന് ചെയ്തത്. വിഷയോടാ വിഷയം ഭയങ്കര ടീം ഗെയിം പ്ലേ ആയിരുന്നു. പറയാതിരിക്കാൻ വയ്യ. നമ്മള് കാണുന്ന അല്ലല്ല, നിങ്ങൾ കാണുന്ന പോലല്ല, നമ്മളെല്ലാ ആംഗിളിൽ നിന്നും കാണുമല്ലേ. ഒരു സൈഡിൽ പോലും നിങ്ങൾക്ക് ADC കിട്ടായിരുന്നില്ല. എല്ലായിടത്തും കറക്റ്റ് ആയിട്ട് കേറിയോടാ. കിട്ടില്ല കളി. സർക്കണ കോള് തന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അടുത്ത് പറഞ്ഞ PD കാണാതെ സാവേജിനെ അപ്പുറത്ത് കൊണ്ട് ഇറക്കി കൊടുക്കാം. ഞാൻ ആരും കാണാതെ അവനെ കൊണ്ട് അവിടെ ഇറക്കി കൊടുത്തു. അവിടെ ഒരു പിക്ക് ഇവിടെ നിന്ന് കേറുന്നത്. സരക്ക് കേക്കോ? ഹലോ, അവൻ പോയെന്ന് തോന്നുന്നു. ഇവിടെ ഇല്ല. മൈക്ക് പോട്ടെ. എനിക്ക് കേൾക്കുന്നില്ല, എനിക്ക് കേൾക്കുന്നില്ല. വന്നു. സരക്കെ വിഷയോടാ കിടിലം. ഫ്ലഫിയാണ് മൊത്തം. ഫ്ലഫിയാണല്ലേ? ഫ്ലഫി പ്ലാൻ ഒന്നും ചെയ്തില്ല. നമ്മളെ പ്ലാൻ ഒന്നും ഇല്ല. ഫ്ലഫി അന്നേരം നമ്മളവിടെ വെച്ചിട്ട് ഫ്ലഫി കോള് വിളിച്ചു, അതൊക്കെ ചെയ്തു. ഓ വിഷയോടാ ഫ്ലഫി. കാർ അടിച്ചു പൊട്ടിച്ചത് ഫ്ലഫിയുടെ ഇതായിരുന്നു. സാവേജിന്റെ അപ്പുറത്തെ ബിൽഡിംഗ് പോകാൻ പറഞ്ഞ ഫ്ലഫിയുടെ. ഓ അത് 2 ഗെയിം ചേഞ്ചിങ് സാധനങ്ങളായിരുന്നു. കേട്ടോ ഫ്ലഫി സീനാണോ നീ? അങ്ങനത്തെ വിഷയോടാ വിഷയം. ബാക്കി 3 ടർബോ ഉണ്ടെന്ന്. അതെ അടിച്ചെടുക്കണം. ഗൈസ് എല്ലാരും വെൽ പ്ലേഡ്. കിടിലം കളി. ഒന്നും പറയാനില്ല. വിഷയം ഗെയിം പ്ലേ. എല്ലാവരും നല്ലതായിട്ട് കളിച്ചു കേട്ടോ. കണ്ടോണ്ടിരുന്നപ്പോൾ നമുക്കത് മനസ്സിലായി. നല്ല രസം ഉണ്ടായിരുന്നു ടർഫ് കാണാനും. ആ പഴയ ടർഫ് ഫീലൊക്കെ വന്നു.